Hi friends, Yes and Creations by Thahi എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു നല്ലൊരു നെക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ എംബ്രോയിഡറി ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ബീഡ്സും നമുക്ക് എംബ്രോയിഡറി ത്രെഡും വെച്ച് ചെയ്യുന്നൊരു വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പാറ്റേൺ ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ നെക്ക് റൗണ്ട് നെക്ക് കൊടുക്കുക. അവിടെ നിന്ന് ഇതുപോലെ ഒരു ഷേപ്പിനാണ് വരുന്നത് കണ്ടോ. ഇവിടെ നിന്ന് താഴോട്ടൊരു ട്രയാങ്കിൾ ഷേപ്പിന് വരുന്നുണ്ട്. സെന്ററിൽ വരുന്ന ലൈൻ കുറച്ച് ലെങ്ത് കൂടുതലാണ്. അവിടെ ഒരു സർക്കിൾ കൊടുക്കുന്നുണ്ട്. ഈ സർക്കിളിനകത്ത് നമ്മൾ റിംഗ് നോട്ട് ഫ്ലവറാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിന് തൊട്ട് അടുത്ത് വരുന്ന ലൈന് കുറച്ച് ലെങ്ത് കുറവാണ്. പിന്നെ തൊട്ടടുത്ത് വരുന്ന ലൈന് കുറച്ച് ലെങ്ത് കുറവാണ്. അവിടെ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത്. അതായത് ഒന്നിടവിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നുണ്ട്. ഒന്നിടവിട്ട ലൈനിൽ പ്ലെയിൻ ആയിട്ട് നമ്മൾ ലൈൻ മാത്രമായിട്ട് വരയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ലൈൻ ഇട്ടിരിക്കുന്ന ഭാഗത്ത് ഫുള്ള് കൊടുക്കുന്നത് നമ്മൾ കട്ട് ബീഡും ഷുഗർ ബീഡും, അതായത് 3 കട്ട് ബീഡ്, ഒരു ഷുഗർ ബീഡ്, വീണ്ടും 3 കട്ട് ബീഡ്, ഒരു ഷുഗർ ബീഡ്, ആ ഒരു പ്രോസസ്സിലാണ് പോകുന്നത്. ഈ സർക്കിൾ പൊസിഷനിൽ വന്നിട്ട് നമ്മൾ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻഡിലായിട്ട് നമ്മളൊരു ഗോൾഡൻ ബീഡും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ആൻറ്റി കളർ കട്ട് ബീഡ് വേണം. പിന്നെ ഇതുപോലെയുള്ള ആൻറ്റി കളർ ഷുഗർ ബീഡ് വേണം. പിന്നെ ഞാനിവിടെ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആങ്കർ ത്രെഡ് ഈ ഒരു യെല്ലോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ പറ്റിയ നീഡിൽ വേണം. പിന്നെ നമുക്ക് ബീഡ്സ് കോർക്കാൻ നീഡിൽ നമ്പർ 12. ഇത്രയും മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു റൗണ്ട് ബീഡ് കൂടെ വേണം കേട്ടോ. നമുക്ക് നമ്മുടെ റിംഗ് നോട്ട് ഫ്ലവറിന്റെ സെന്ററിൽ വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു വർക്കാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മെറ്റീരിയൽ മാർക്ക് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിലിംഗ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫസ്റ്റ് കാണുന്നത് നെക്ക് ലൈനാണ് കേട്ടോ. നമ്മുടെ പിന്നെ ഇതിൻ്റെ ഈ തൊട്ട് അരികിനൂടെ വരുന്ന ഈ ഒരു പോർഷൻ ഇവിടെ വരെ നമ്മൾ കട്ട് ബീഡ് കൊടുക്കുന്നുണ്ട്. അത് ഇവിടെയും ഇങ്ങനെ കട്ട് ബീഡ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് താഴോട്ടാണ് നമ്മുടെ ഇത് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ബീഡ് വെക്കുന്നില്ല റൗണ്ട് ഷേപ്പിന്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് ചരിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് ആണ്. നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ്. വീഡിയോയിലൊരു കളർ ഷെയ്ഡ് കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഞാൻ പറഞ്ഞല്ലോ 2 കട്ട് ബീഡ്, ഒരു ഷുഗർ ബീഡാണ് കൊടുക്കുന്നതെന്ന്. ആ ഒരു പ്രോസസ്സിൽ നമുക്ക് ഈ ലൈൻ ഫുള്ളും ചെയ്ത് പോരാവേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ ഫുള്ള് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. 3 കട്ട് ബീഡ്, ഒരു ഷുഗർ ബീഡ്, ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതാണ്ട് ഈ റൗണ്ടിൽ ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ് നമുക്കെടുത്ത് സെൻറ്ററിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു 5 or 6 പെറ്റലുള്ള ഒരു റിംഗ് നോട്ട് ഫ്ലവറാണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ ഒരു 6 പെറ്റലുള്ള ഒരു റിംഗ് നോട്ട് ഫ്ലവർ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതാ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ലൈൻ ഫുള്ള് വരുന്നത്. 3 കട്ട് ബീഡ്, ഒരു ഷുഗർ ബീഡ്, അതുപോലെ തന്നെ ഈ ഒരു ലൈൻ ഫുള്ള് ചെയ്തെടുക്കുക. സെന്ററിൽ ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്യുക. 6 പെറ്റലുള്ള ഒരു റിംഗ് നോട്ട് ഫ്ലവർ. പിന്നെ നമ്മുടെ സെക്കൻഡ് ലൈൻ വരുമ്പോൾ ഈ പ്രോസസ്സ് മാത്രം കട്ട് ബീഡും ഷുഗർ ബീഡും മാത്രം വെച്ച് ഫില്ല് ചെയ്തെടുക്കുക. ഇതിനേക്കാളും 1/2 ഇഞ്ച് താണ് വേണം നിൽക്കാൻ കേട്ടോ. മൂന്നാമത്തെ ലൈൻ വരുമ്പോൾ ഇതുപോലെ കുറച്ചുകൂടെ ഒരു 1/4 ഇഞ്ചോളം താണ് വന്നിട്ട് അവിടെ ഒരു സർക്കിളിനകത്ത് നമുക്ക് ഇതുപോലെ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഫുള്ളും വരുന്നത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. കണ്ടല്ലോ, നമ്മൾ ഒരു ലൈൻ ഫുള്ളും ഇതുപോലെ കട്ട് ബീഡും ഷുഗർ ബീഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴത്തൊരു റിംഗ് നോട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ലൈൻ വരുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത്. തേർഡ് ലൈൻ വരുമ്പോൾ വീണ്ടും ഇതുപോലെ കട്ട് ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ലൈനായിട്ട്. പിന്നെ നമ്മൾ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സിമ്പിൾ വർക്കാണ് കേട്ടോ. ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. SN Creations by Thahi എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.